ഹായ് ഫ്രണ്ട്സ്, ഒരു സൈക്കോളജിസ്റ്റുകൾ നടത്തിയൊരു പരീക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പാത്രം വെള്ളത്തിൻ്റെ അകത്ത് തവളകൾ ഇടുകയാണ്. ഈ വെള്ളത്തിന് ഓൾറെഡി ചൂടുണ്ടായിരുന്നു. പെട്ടെന്ന് ചൂട് തിരിച്ചറിഞ്ഞ ഈ തവളകൾ ഓടിച്ചാടി രക്ഷപ്പെട്ടു പോവുകയാണ്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവർ ചെയ്തത്, ഓൾറെഡി സാധാരണ വെള്ളം അതിലേക്ക് തവളകൾ ഇടുന്നു, പതുക്കെ ചൂടാക്കാനായിട്ട് തുടങ്ങുന്നു. വളരെ സ്ലോവിൽ വെള്ളം ചൂട് പിടിക്കുകയാണ്. എന്നാലും വെള്ളത്തിൻ്റെ ചൂടിൻ്റെ അത് പെട്ടെന്ന് തിരിച്ചറിയുന്ന ചില തവളകൾ പെട്ടെന്ന് ഓടിച്ചാടി രക്ഷപ്പെട്ടു. പക്ഷെ ചില തവളകൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ചൂടല്ലേ, ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും, ഭയങ്കര കോൺഫിഡൻസ്, അങ്ങനെ കിടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂട് കൂടി 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 വരികയാണ്. ഇത് കുഴപ്പമില്ല. ചില തവളകൾ വീണ്ടും രക്ഷപ്പെട്ടു, ചില തവളകൾ വീണ്ടും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവസാനം ചൂട് സഹിക്കാൻ പറ്റാതായപ്പോൾ ചാടി രക്ഷപ്പെടാനായിട്ട് നോക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. കാരണം പലതും വെന്ത് അതിൻ്റെ നാശമായി പോയി. ചാടാനുള്ള ശേഷിയില്ല, അതിൻ്റെ പവർ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അവസാനം അത് ദുരന്തമായിട്ട് തീരുകയാണ്, ചത്തുപോവുകയാണ് സംഭവം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവം പല രീതിയിൽ സംഭവിക്കും. ഒന്ന്, ചിലരൊക്കെ ടോക്സിക് ആയിട്ട് റിലേഷനുകളിൽ ചെന്ന് ചാടും. ചിലർ തുടക്കം തന്നെ മനസ്സിലാക്കി രക്ഷപ്പെട്ടു പോകും. ചിലർ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മനസ്സിലാക്കുന്നു ഇത് ഭയങ്കര ചതിയായിരുന്നു, കെണിയായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ജീവിതം തന്നെ ദുരന്തമായിട്ട് ചിലരുടെ മാറാറുണ്ട്. സെയിം കേസാണ് ലഹരി വസ്തുക്കൾ, ഡ്രഗ്സ്. പലതരത്തിലുള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ്, വി നോ ദാറ്റ്. അപ്പോൾ ഇതൊക്കെ ആദ്യം എടുക്കുമ്പോൾ ഒരു രസമാണ്, ഒരു സന്തോഷമാണ്, കൊള്ളാല, ഇറ്റ്സ് വണ്ടർഫുൾ, ഗുഡ്, ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ കിക്ക് കിട്ടാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഇതൊക്കെ എനിക്ക് തരണം ചെയ്യാൻ പറ്റും, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താനായിട്ട് പറ്റും, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തന്നെ അപകടമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം വരും, പക്ഷേ പറ്റാതെ പോകുന്നൊരവസ്ഥയുണ്ട്. സോ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്നത് സങ്കടത്തോടെ കണ്ടു നിൽക്കാൻ ആ സമയം നമുക്ക് സാധിക്കുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടോ? ചിലപ്പോൾ ചില ടോക്സിക് റിലേഷൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതുപോലെ ചില ഡ്രഗ്സിൻ്റെ ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എനിക്കിപ്പോൾ രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. സോ യു നീഡ് നല്ലൊരു കൗൺസിലിങ് നിങ്ങൾക്ക് ഈ സമയത്ത്, ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് നിങ്ങൾക്ക് ശരിക്കും ആവശ്യമാണ്. നല്ലൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ നിന്നൊക്കെ കരകയറാനായിട്ട് സാധിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ലൈഫ് നയിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ഹാപ്പി എൻഡിലേക്ക് നയിക്കാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.